ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നൊരു വെറൈറ്റി ഐറ്റമാണ് ഇത് ഗാർലിക് ലെമൺ ഫിഷ്. അപ്പോൾ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇതിഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടി ഒരു 200-250 ഗ്രാം ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 പീസാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ക്രഷ്ഡ് ഗാർലിക് ചേർത്താലും മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഈ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ ഫിഷ് പീസസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ 2 സൈഡും നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് പീസസിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ലെമൺ ഫിഷ് റെഡിയാണ്. അപ്പോൾ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.